മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം കൂടി അവന് ആയുസ് നൽകി. ഹിജ്റ വർഷ കലണ്ടറിലെ ഒരു മാസത്തെ പുതുവത്സരത്തെ നമുക്ക് അനുഭവിക്കാനും അതിനെ സ്വീകരിക്കാനും അല്ലാഹു വലിയ തൗഫീഖ് നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുഹറം മാസത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഓരോ പ്രത്യേക ദിവസങ്ങളിലും അതുപോലെ തന്നെ പ്രത്യേക മാസങ്ങളിലും അതിന്റെ പോരിശയും മഹത്വവും നമ്മൾ പറയാറും ഓർമ്മപ്പെടുത്താറുമുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്? ഇവിടെ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു വസിയ്യത്തായി, നിർദ്ദേശമായി നൽകിയ വസിയ്യത്തായി, ഉപദേശമായി നൽകിയ ഹദീസാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനു ഖബ്ല അൻ തുസനു. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒരു മുഹാസബ നടത്തണം, ഒരു വിചാരണ നടത്തണം. നാളെ മഹ്ശറാവസ്ഥയിൽ നിങ്ങൾക്ക് വിചാരണ എത്തുന്നതിന്റെ മുമ്പ് എന്ന് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വർഷത്തെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ, ഒരു വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോ ആ വർഷത്തിൽ നാം എന്ത് ചെയ്തു, അല്ലാഹുവിലേക്ക് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ എന്ത് ചെയ്തു, എന്ത് ഹറാമുകൾ ചെയ്തു എന്നൊക്കെ ഒന്ന് വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ശിഷ്ടജീവിതത്തെ ധന്യമാക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. അതിനാണ് ഇത്തരം സദസ്സുകളിലൊക്കെ ഈ മാസങ്ങളുടെയും അല്ലെങ്കിൽ പുതുവത്സര പുലരിയുടെയും അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ അയവുകാക്കുന്നതും ഓർമ്മപ്പെടുന്നതും. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മഹത്വം നൽകിയ പരിശുദ്ധ റമളാനിന് ശേഷം ഏറ്റവും മഹത്തായ മാസമെന്ന് വിശേഷിപ്പിച്ച മാസമാണ് എന്റെ പ്രിയപ്പെട്ടവരെ മുഹറം മാസം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഞാൻ കേൾപ്പിച്ചത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാനിന് ശേഷം ഏറ്റവും ഉത്തമമായ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമമായ മാസം അത് മുഹറം മാസമാണ്. ഫർളായ നിസ്കാര ശേഷമുള്ള ഏറ്റവും ഉത്തമമായ നിസ്കാരം രാത്രിയുടെ യാമങ്ങളിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തഹജ്ജുദ് നമസ്കാരം പോലെയുള്ള നിസ്കാരം നിർവഹിക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ മാസമെന്ന് വിശേഷിപ്പിച്ചു? അല്ലാഹുവിലേക്ക് ചേർത്തിയൊരു മാസം. ഈ ഒരു മാസത്തിന്റെ പോരിശ മനസ്സിലാക്കാൻ അല്ലാഹുവിലേക്ക് ചേർത്തിയ മാസം എന്ന ഈ ഒരു ഹദീസിന്റെ വാക്യം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ബഹുമാനപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം വരെയുള്ള ആ കാലഘട്ടത്തിൽ അല്ലാഹു ഒരുപാട് മഹത്തരമായ വിജയങ്ങൾ അല്ലാഹു നൽകിയ മാസമാണ് മുഹറം മാസം. പ്രത്യേകിച്ച് നമ്മൾ അയവറക്കാറുള്ള അശൂറ ദിവസം, മുഹറം 10. ഈ ദിവസത്തിൽ അല്ലാഹു ഈ ഉമ്മത്തിന് വേണ്ടി വലിയ വിജയങ്ങൾ നൽകിയിട്ടുണ്ട്. കർബല പോലോത്ത ദുഃഖത്തിന്റെ, വിഷമത്തിന്റെ ചരിത്രങ്ങൾ നമ്മൾ അയവറക്കുമ്പോ സങ്കടത്തിന്റെ ദിവസമാണെങ്കിൽ പോലും അല്ലാഹു തആല ഈ ഉമ്മത്തിന് വേണ്ടി വലിയ കരുതലും വലിയ വിജയം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിവസത്തിന്റെ പ്രത്യേകത, ഈ മാസത്തിൽ ആണ് അശൂറ ദിവസമുള്ളത്, മുഹറം 10ന്റെ ദിവസമുള്ളത്. അതുകൊണ്ട് ഈ മുഹറം മാസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് സ്വീകരിച്ച ദിവസമാണത്. ഈ ദിവസത്തിലാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. ജൂദി പർവ്വതത്തിന്റെ മുകളിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കപ്പൽ, വിജയത്തിന്റെ പ്രതീകമായിട്ടുള്ള ആ കപ്പൽ തന്റെ കൂടെ വിശ്വസിച്ച ആളുകളെയും അതുപോലെ തന്നെ
ഓരോ ജീവജാലങ്ങളിൽ നിന്നും ഒരു ഇണയെയും ഒരു തുണയെയും ചേർത്തുകൊണ്ട് അത് ജ്യോതി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ട ദിവസവും ഇതാണ്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ലോകത്തുള്ള വിജയം ധിക്കാരികളോട് പൊരുതിക്കൊണ്ട് ആത്മവിശ്വാസത്തിന്റെയും ഈമാനിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പ്രതീകമായിട്ട് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈ മൂസാ നബിക്ക് അല്ലാഹു തആല വലിയ വിജയം നൽകിയ ദിവസമാണ്. ചെങ്കടലിൽ പിളർന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തന്റെ അനുയായികളും തന്റെ കയ്യിലുള്ള വടി കൊണ്ട് പിളർത്തിക്കൊണ്ട് കടന്നു പോകുമ്പോ തന്റെ പിറകിൽ തന്നെ കൊല ചെയ്യാൻ വേണ്ടി, അറുകുല ചാർത്താൻ വേണ്ടി ഒരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വരുന്ന ഫറോവയും തന്റെ നിഷ്ഠൂരമായിട്ട് അല്ലാഹു തആല ആ ചെങ്കടലിൽ ഇട്ടുകൊണ്ട് മുക്കി നശിപ്പിച്ച മുസ്ലിം സമുദായത്തിന് വിജയം നൽകിയൊരു മാസം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തെ നമ്മൾ ഈ കാലോചിതമായി അയവിറക്കുമ്പോ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടു അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിലുള്ള ആ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാന കരാറിലേക്ക് കടന്നു പോകുന്നു. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒരു പ്രതീക്ഷയായിട്ടാണ്. ഒരു നിലക്കും അമേരിക്കയുടെ മുസ്ലിം സമുദായത്തോട് അമേരിക്കയുടെ ഇസ്രയേലിന്റെയും അവരുടെ ജൽപ്പനങ്ങൾ ഒരിക്കലും നടക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു മുട്ടുമടക്കുന്ന ഒരു പ്രതീക്ഷയായിട്ട് നമ്മൾ കാണുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുകൂടി ചരിത്രത്തോട് കൂട്ടി വായിക്കുമ്പോൾ, അതൊരു മുഹറം മാസത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലടക്കമുള്ള നമുക്ക് സമാധാനത്തിന്റെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഭയത്തിന്റെയും അതുപോലെ തന്നെ ഭയവിഹ്വലതയുടെയും അടിമത്വത്തിൽ നമ്മൾ വിജയത്തിലേക്ക് കടന്നു വരുമ്പോ, ഈ ഒരു വിജയം നമ്മൾ ഇവിടെ അനുസ്മരിക്കുമ്പോ, ഇതിലേക്ക് ചേർത്ത് വായിക്കുമ്പോ നമുക്കൊരു വിജയമായി കണക്കൂട്ടാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസത്തെ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച മുഹറം 10 ആകുമ്പോ പ്രത്യേകമായിട്ട് ഈ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആ വിജയത്തെ, ആ പ്രതീക്ഷയെ നിങ്ങൾ നിലനിർത്താൻ വേണ്ടി നമ്മോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരിക്കെ തന്നെ പണ്ട് മുതലേ നോമ്പനുഷ്ഠിച്ച ദിവസമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു പോയപ്പോഴും അവിടെയും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഈ ദിവസത്തെ ആഘോഷിക്കുകയും നോമ്പനുഷ്ഠിക്കുന്നതും കണ്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഈ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഏറ്റവും പ്രതിബദ്ധതയുള്ള സമൂഹം നാമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നോമ്പനുഷ്ഠിക്കുക. മാത്രമല്ല, അടുത്ത വർഷം ഇവരോട്, ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും എതിരാവുന്ന നിലക്ക് നിങ്ങൾ അടുത്ത വർഷത്തിൽ വരുമ്പോ 9ാമത്തെ ദിവസം കൂടി, മുഹറം 9ന്റെ ദിവസം കൂടി നോമ്പനുഷ്ഠിക്കുക. ഞാൻ ജീവനോടെ നിൽക്കുകയാണെങ്കിൽ അടുത്ത വർഷം 9നും നോക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകർ ലോകത്തോട് വിട പറഞ്ഞുപോയി. എന്നാലും ആ സുന്നത്തിനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് ഈ വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും മുഹറം 9ന്റെയും 10 ദിവസം കടന്നു വരുമ്പോ അതിനെ വളരെ ധന്യരാക്കാൻ നമുക്കൊക്കെ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുന്നത്, ഒരു സുന്നത്തായ കർമ്മമായി നമ്മോട് ഓർമ്മപ്പെടുന്നത്, ഈ ദിവസത്തിൽ കുടുംബത്തിന്റെ മേൽ തൗസിഅ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ഒരു വിശാലത നൽകൽ പ്രത്യേകമായുള്ള സുന്നത്താണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മൻ വസ്സഅ അലാ ഇയാലിഹി യൗമ ആശുറ ലം നസൽ ഫീ സഅത്തിൻ സാഇറ സനതിഹി. ആരെങ്കിലും ആശുറയുടെ ദിവസത്തിൽ തന്റെ കുടുംബത്തിൽ ഒരു സുഭിക്ഷ